ഇതുകൊണ്ടൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. അതിന് കൂടിങ്ങോ നമുക്ക് വേണമെങ്കിൽ ഒരു 100 വെറൈറ്റി ചെയ്തോടെ സാറേ, അതിനുള്ള സ്പേസ് ഇല്ലേ? എന്നാ ഇപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് ചെറുതിനകത്ത് ചെയ്യുക. ഭാവിയിൽ നമുക്കിതൊരു പ്രോജക്റ്റ് ആയിട്ട് വെക്കാം കേട്ടോ. അതാണ്ട് മാവാണേ. നമ്മളിപ്പോ നിൽക്കുന്ന എവിടാ സാറെന്ന് പറഞ്ഞു സാറേ? നമ്മൾ നിൽക്കുന്ന ചവറ കൊറ്റംകുളങ്ങരയാണ്. ചവറ കൊറ്റംകുളങ്ങരയിലാണ്. എന്തോ സാറേ പരിപാടി എന്ന് പറഞ്ഞേ? നമ്മുടെ ഈ മാവ് മുറിച്ചിട്ട് ഇതിനകത്തൊരു 4 അല്ലെങ്കിൽ 5 എണ്ണം പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പല വെറൈറ്റിയിലുള്ള ഏറ്റവും നല്ല മാവുകളാണ് കുമാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നോട്ട് വീഡിയോ ഇടുന്നത്. അത്രേ ഉള്ളു. അടിപൊളിയാണ്. ഒരുപാട് പോയി ചെയ്ത് ഒരുപാട് സക്സസ് ആയി. ചിലയിടത്ത് ചീറ്റിപ്പോയ കേസുകളും ഉണ്ട്. എല്ലാം ഒന്നും നമ്മൾ പിടിക്കത്തില്ല. പിന്നെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് മെറ്റലായിരുന്നു. മെറ്റലിന്റെ മേളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ഞാനങ്ങ് പോകും, താന്ന് പോകും. അന്നേരം അതിന് നല്ല തടമൊക്കെ ഒരുക്കി വളമൊക്കെ കൊടുക്കണം. പരിപാടിയുണ്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കണം, കറക്റ്റായിട്ട് നോക്കി പരിപാലിക്കണം. അല്ലേ സാറേ? പരിപാലിക്കുമല്ലേ? അടിപൊളിയാ. അടുത്ത നമുക്ക് എടുക്കട്ടെ. സാറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ഫ്രാൻസിസ്. എവിടായിരുന്നു? ഞാൻ കുറച്ചാൾ വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്? മിക്കവാറും ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്നാൽ ഏകദേശം ഒരിക്കലും ഒരു മറക്കാൻ പറ്റാത്തൊരു രാജ്യം പറഞ്ഞാൽ? മറക്കാത്ത പറഞ്ഞാൽ 10-40 വർഷം സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിലായിരുന്നു 40 കൊല്ലം. 40 വർഷം. ഇപ്പം സ്വസ്ഥ ജീവിതം. സ്വസ്ഥം. ഓക്കെ, അന്നേരം നമുക്ക് കാണണം. ഓക്കെ. അത് മഞ്ഞളാണ്. തട്ടി ഒന്ന് പടഞ്ഞ്. അയ്യോ, മഞ്ഞളായി. മഞ്ഞൾ കിട്ടി അല്ലേ? മഞ്ഞ കൂവയാ? മഞ്ഞൾ. ഓക്കെ. ഇതുകൊണ്ടൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. അതിന് കൂടിങ്ങോ താണ്ടെ മാവാണേ. സാറിൻ്റെ വീട്ടിൽ വന്നതാണ്. അന്നേരം മാവ് എടുത്ത് താണ്ടെ ഇതേപോലെ സെറ്റ് ചെയ്ത് ഇത് അതിൻ്റെ ചുറ്റിനും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കരിയിലേക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ കൂടെ കൂട്ടിയിടണം കേട്ടോ. മാവ് ചെയ്ത് കണക്ക് തന്നെ ഏറ്റവും പ്രധാനമാണ് ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാലനം. ഓക്കെ, കുറച്ച് കരിയില ഇനി ഇതിൻ്റെ മേളിലിടണം. അതേപോലെ തന്നെ വെണ്ണക്ക് ചാണാന മിശ്രിതം, പിന്നെ നേരത്തെ പറഞ്ഞു തന്ന വളവും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് സക്സസ് ആവും. ഓക്കെ, ഹാപ്പി. ഓക്കെ.
ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ കൂടെ കൂട്ടിയിടണം കേട്ടോ. മാവ് ചെയ്ത് കണക്ക് തന്നെ ഏറ്റവും പ്രധാനമാണ് ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാലനം. ഓക്കെ, കുറച്ച് കരിയില ഇനി ഇതിൻ്റെ മേളിൽ ഇടണം. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വെപ്പിണ്ണാക്ക്, ചാണാന മിശ്രിതം, പിന്നെ നേരത്തെ പറഞ്ഞ വളവും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് സക്സസ് ആവും. ഓക്കെ, ഹാപ്പി ഹാപ്പി. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു 100 വെറൈറ്റി ചെയ്തോടെ സാറേ, അതിനുള്ള സ്പേസ് ഇല്ലേ? എന്നാൽ ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ചെറുതിനകത്തുടർന്ന് ചെയ്യുക. ഭാവിയിൽ നമുക്കിതൊരു പ്രോജക്റ്റായിട്ട് വെക്കാം കേട്ടോ. നോക്കി ഒരു 100-150ഓളം ശിഖരമുണ്ട്. പക്ഷേ അടിപൊളി പണിയായിരിക്കും കേട്ടോ, വലിയ പണിയായിരിക്കും അല്ലേ. ഒരു 2 ദിവസം മിനിമം വേണ്ടി വരും. ഓക്കെ.